ഹലോ ഗായ്സ്, നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ ഇന്നുള്ളത് താങ്കളുടെ പേരെന്താണ്? ഹരി. എവിടുന്ന് വരുന്നു? കുന്നന്താനം. കുന്നന്താനത്ത് നിന്ന് നമ്മളുടെ ഹരിയാണ് നമ്മളുടെ കൂടെ ഉള്ളത്. നവനീത് ഫ്രം ചേർത്തല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലാണ്. നമ്മൾ ആദ്യത്തെ ഫസ്റ്റല്ല 7:15 നമ്മളുടെ ആദ്യത്തെ ബസ്സല്ലല്ലോ, ബോട്ടിൽ നമ്മൾ എവിടെ പോകാനാണ്? നെടുമുടി വരെ കുട്ടനാട് വരെ പോകാനുള്ള ഒരു ചെറിയ വ്ളോഗാണിത്. അപ്പോൾ ഇപ്പോൾ സമയം 6:30. ഇപ്പോൾ സമയം 6:30. അപ്പോൾ 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബോട്ടിലൊന്നല്ല, നമുക്ക് മറ്റേ ഡബിൾ ഡെക്കർ നമ്മളെ മുകളിൽ കയറി പോകുന്ന രീതിയിലുള്ള സെറ്റപ്പുള്ള ബോട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മളിനിയും ബോട്ടിൽ കയറിയിട്ട് ബാക്കി നമുക്ക് വീഡിയോ പഠിപ്പിക്കാം. ഗൈസ്, നമ്മളപ്പോൾ നമ്മുടെ KSRTC അല്ല, പക്ഷെ പിന്നെ വിട്ടുപോയല്ലോ, നമ്മുടെ ബോട്ടിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. മിസ്റ്റർ കുറുപ്പ് സാർ. സോ നമ്മൾ ഫ്രണ്ട് സീറ്റ് തന്നെ ഉന്നം വെച്ചാണ് പോകുന്നത്. ഇപ്പോൾ എത്തും ഗൈസ്. അവിടെ ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ? നമ്മൾ ലെഫ്റ്റ് സൈഡിലെ സീറ്റിൽ തന്നെ ഇരിക്കാനാണ് പ്ലാൻ. ഞാൻ ഇരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളുടെ വ്യൂ. അടിച്ച് കയറിപ്പാ ഗൈസ്, നമ്മൾ കയറിയിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ കയറിയതും ഇതാ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിരിക്കുന്നു. മഴ ഒരു നല്ല ലക്ഷണമാണെന്നാണല്ലോ, ഒരുപാട് പെയ്ത് അലമ്പാവാതിരുന്നാൽ കൊള്ളായിരുന്നു. ഇപ്പോൾ 7:15 ഇവിടുന്ന് നമ്മുടെ വണ്ടി എടുക്കും. അത് വേണമെങ്കിലൊന്ന് കാണിച്ചേക്കാം. അത് ബസ്സല്ല, ഇതിൻ്റെ ടൈമിംഗ് ആണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ഇത് രാവിലെ എപ്പോഴും ഉണ്ട്, KSRTC പോലെ ആയതുകൊണ്ട് ഫുൾ ടൈം നമുക്ക് സർവീസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്നും പേടിക്കാനില്ല. ഇതുവരെ എടുക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഗൈസ്. നോക്കാം അല്ലേ? ഇപ്പം എടുക്കുമായിരിക്കും. എടാ, ഒരു വഴിക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? എല്ലാ സാധ്യതകളെ പറ്റി ചിന്തിക്കണം. അങ്ങനെ എല്ലാ സാധ്യതകളും നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം ഗൈസ്. ബി പോസിറ്റീവ്, സ്റ്റേ പോസിറ്റീവ്, നോട്ട് കോവിഡ് പോസിറ്റീവ് ഗൈസ്. ഇവൻ പലതും പറയും ഗൈസ്, നമ്മളൊന്നും സത്യം കാര്യമാക്കേണ്ട കാര്യമില്ല ആൾക്കാർ പറയും ഗൈസ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നുണയനും കള്ളനുമാണ്. എന്റെ ഫാൻസ് ആരും ഒന്നും ചെയ്യണ്ട, കള്ളനുമാണ്. അതെ, വിട്ടുകളഞ്ഞത്. ഇവൻ പറയുന്ന എല്ലാം അതുപോലെ ഒന്നും കാര്യമാക്കണ്ട. ഇവന്റെ അക്കൗണ്ടിൽ കയറി പൊങ്കാലയിടാൻ നിൽക്കണ്ട. ഗൈസ്, എന്റെ ഫാൻസ് ദയവ് ചെയ്ത് ഇവനെ ആരും ഒന്നും പറയരുത്. നമ്മുടെ പയ്യനാണ്. ഇച്ചിരി ബുദ്ധിക്ക് ലേശം കുറവുണ്ടെങ്കിലും ആള് ഒരു പാവവും പൊട്ടനുമാണ്. അതുകൊണ്ട് ബുദ്ധിയിലും പറയുന്നത് സത്യമൊന്നുമില്ല. അതുകൊണ്ട് ഗൈസ് ഇതിപ്പോ എടുക്കുമോ? സമയത്തടാ, സമയം 7:10. 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ മേളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ആരും ഇതുവരെ വന്നിട്ടില്ല. അപ്പം നമ്മളുടെ ഒരു പ്രൈവറ്റ് യാച്ച് ഫീലാണ് ഇതിനുള്ളത്. താഴെ ടിക്കറ്റ് എടുക്കാൻ കാശുണ്ടോ? അല്ലെങ്കിൽ ഗൂഗിൾ പേ ചോദിക്കാല്ലേ? അപ്പോൾ അത് വരുന്ന എടാ, ഇടക്കിടക്ക് സ്റ്റോപ്പുള്ളതായത്. ഇവിടുന്ന് ഇറങ്ങിയത് അപ്പുറത്താ സ്റ്റോപ്പ്. നമുക്ക് അപ്പം നോക്കാം ഗൈസ്. മറ്റൊരു ബോട്ട് നമ്മുടെ ഏത് സർവീസാണെന്ന് അറിയില്ല. ആലപ്പുഴ നെടുമുടി നമ്മൾ പോകുന്ന സ്ഥലത്തു നിന്ന് വരുന്ന തിരിച്ചിങ്ങോട്ടുള്ള ആദ്യത്തെ ബോട്ടാണ്. അതുകൊണ്ട് അതിവിടെ വന്ന് കിടപ്പുണ്ട്. നമ്മളുടെ ഇപ്പോൾ എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ട, അവർ അങ്ങോട്ട് കയറുന്നുണ്ടോ ഗൈസ്? ആ ബോട്ട് അങ്ങോട്ട് നീക്കി കൊടുക്കും. അപ്പോൾ അടുത്ത ബോട്ടിൽ നിന്നും കൂടെ കയറി വെളിയിലോട്ടിറങ്ങും. ഇതാണ് സെറ്റപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് 7:15 എടുക്കേണ്ട ബോട്ടാണെങ്കിലും കൃത്യനിഷ്ഠയില്ല അല്ലേ? 7:15 കറക്റ്റ് 7:16 ഗൈസ്. പക്ഷേ ഇതുവരെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ ഫ്രണ്ടിൽ വണ്ടികൾ പോവാതെ നമ്മുടെ വണ്ടി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അറിയത്തില്ല. റാപ്പൊന്നുമല്ല, ഇതിന് പൊറോട്ട എടുത്തിട്ട് ഇപ്പോൾ എടുക്കും. ഇല്ല ഗൈസ്, ഞാൻ തംബ്നെയിലിൽ ഞങ്ങൾ പെട്ട് ഗൈസ് എന്ന് തന്നെ എടുക്കും. വ്യൂ കൂട്ടാൻ വേണ്ടി എന്തും ചെയ്യും നമ്മള്. അതെ, നമ്മൾ വ്യൂ കിട്ടാൻ വേണ്ടി ഞങ്ങൾ പെട്ട് ഗൈസ്. അത് പോവുകയാണ്. കളിക്കല്ലേ, ഞാൻ പറയും, അത് നീയും കേട്ടാ മതി ഗൈസ്. കണ്ടോ ഗൈസ്, പോകുന്നുണ്ടോ ഗൈസ്? അങ്ങനെ അത് പോവുകയാണ് ഗൈസ്.
ഡ്രൈവർ ചേട്ടന് ടാറ്റ എടുക്കണോ ഗൈസ്? കണ്ട ഗൈസ്, ഇത് വളക്കുകയാണ് ഗൈസ്. അങ്ങനെ വളക്കുകയാണ് ഗൈസ്. ഇവിടെ ഇട്ട് തന്നെയല്ല, റിവേഴ്സ് അടിച്ച് ഗേറ്റ് വന്നൊന്നുമില്ലേ. ആ മുന്നിൽ കിടക്കുന്ന ബോട്ട് പോവാ. അല്ലടാ, മുന്നിൽ കിടക്കുന്ന വിട്ടു പോവാ. ആ ബോട്ട് വിട്ടു പോകുമ്പോൾ എനിക്കൊന്ന് ആ സ്പേസിലേക്ക് കയറ്റാനാണെന്ന് തോന്നുന്നു. അതോ നമ്മളും കൂടെ പോയിട്ട് ഇങ്ങോട്ട് കയറ്റാനായിരിക്കും അല്ലേ? നമ്മളും കൂടെ പോയിട്ട് കയറ്റാനായിരിക്കും. കാരണം നമ്മുടെ സമയമായല്ലോ, നമ്മുടെയും വിടുക. ആ ബോട്ട് ഫ്രണ്ടിൽ കിടന്ന ബോട്ട് വിട്ട് ഗൈസ്. നമ്മളും പോവാ ഗൈസ്. നമ്മുടെ വണ്ടി അനങ്ങി തുടങ്ങി. നമ്മൾ മാത്രമേ ഉള്ളൂ ഗൈസ് ഇപ്പോഴും. ഇവിടെ എങ്ങും കയറാൻ ആരുമില്ല ഗൈസ്. നെടുമുടിക്ക് 7:15 ആലപ്പുഴ ജെട്ടിയിൽ നിന്ന് കയറാൻ ഇന്ന് ആരുമില്ല ഗൈസ്. ആ വണ്ടി എടുത്ത് പോവുകയാണ് ഗൈസ്. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. So guys, we are on the move. Yes guys. ഇനി നമുക്ക് കായലിന്റെ ദൃശ്യമികവോടെ കാണാം അല്ലേ? തീർച്ചയായും. സൗണ്ട് വല്ലതും കിട്ടുന്നുണ്ടോ ആവോ, അതോ ഈ അരപ്പാണോ? നമ്മുടെ കിട്ടുമെന്ന് അറിയത്തില്ല, എന്തായാലും ഇതിന് കിട്ടും. ഞാൻ നമ്മുടെ കാര്യമല്ല പറഞ്ഞത്, നമ്മളല്ലേ ഇതിലും ഉറക്കെ പറഞ്ഞ ആൾക്കാർ വന്ന് അടിക്കും. ആരും ഇല്ലെന്ന് പറഞ്ഞിട്ട് നീ എന്തോടാ ഈ പറയുന്നത്? ഏയ് താഴെ നിന്ന് ബേളം കേട്ടിട്ട് ആൾക്കാർ കയറി വന്നാലോ. നിങ്ങൾക്കൊരു ഡൗട്ട് വേണം, നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എടുക്കണം, ഇതിൽ നിന്ന്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് വേണ്ട. നമ്മള് ഇതിനുള്ളിൽ വെച്ചാണ്, അതായത് കണ്ടക്ടർ വരും. സോ നോർമലി നമ്മൾ ബസ്സിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഗൈസ് ഇതിന്റെ ഉള്ളിലും. മാസ്റ്റർ പിന്നെന്താ വേറെന്തൊക്കെയോ പറഞ്ഞല്ലോ. മറ്റേ ഇത് പിടിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? എടാ മറ്റേ ബ്രേക്ക് ഇടുന്ന ആൾക്കൊരു പേരുണ്ട്, എന്തൊക്കെയോ പേരുകളുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ താണ്ട ആലപ്പുഴ ടൗണിനുള്ളിൽ കൂടെയാണ് ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഒരു റോഡ്. കണ്ടാ, ആലപ്പുഴ ടൗൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് സൈഡിലും നമുക്ക് റോഡുകളാണ് ഗൈസ്. അപ്പുറത്തെ സൈഡിലും റോഡാണ് ഗൈസ്. ഇതിപ്പോൾ സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴിയാണ് ഗൈസ്. നമ്മൾ താണ്ട് ഇങ്ങനെ നടുക്കൂടെയാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട്, നല്ല സ്ലോ പേസിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം ഇതിപ്പോൾ കണ്ട, ഇതിപ്പോൾ ഇങ്ങനെ നിർത്തി പതുക്കെ പോകത്തുള്ളൂ. എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ട്. നമ്മുടെ KSRTC ഓർഡിനറി എങ്ങനെയാണോ പോകുന്നത് അതിലും പതുക്കെയാണ് പോകുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പറയാം, പക്ഷെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. റോഡ്, കായൽ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാം. അവിടെ നമുക്ക് ഫ്രണ്ടിലോട്ട് കയറാൻ പറ്റുമോ? അവർ ചീത്ത വിളിക്കുക വേണ്ട ഗൈസ്, നമ്മൾ അതിനുള്ള ഒരു ഇത് വേണ്ട. വെറുതെ അവരുടെ വായിരിക്കുന്ന കേൾക്കണ്ട ഗൈസ്. കണ്ടോ ഗൈസ്, അതാണ് KSRTC ബസ് സ്റ്റാൻഡ്. ഞങ്ങൾ രാവിലെ ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്തു നിന്ന് ഒരു തട്ടുദോശയൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്. പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. അമ്പലമാണ് ഗൈസ്. ഹോണൊക്കെ അടിക്കുന്നുണ്ട് ഗൈസ്. വഴിമാറിത്താടാ. നമ്മളപ്പോൾ ആദ്യത്തെ ഏതാണ്ട് സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലായിടത്തും നിർത്തിയേ പോകത്തുള്ളൂ. നമ്മുടെ ആലപ്പുഴ ജെട്ടിയിൽ നിന്ന് എടുത്തിട്ട് താണ്ട ആദ്യത്തെ സ്റ്റോപ്പ് ഇവിടെയാണ്.
ഇവിടെ നമുക്ക് കയറാനും ആൾക്കാരുണ്ട് ഗൈസ്. ഉണ്ടോ? കയറുമോ? ഉണ്ട്. ആ ചേട്ടൻ ഇങ്ങോട്ട് കയറാനുള്ളതാണ് ഗൈസ്. ചേട്ടൻ കയറി ഗൈസ്. നമ്മളപ്പോൾ വണ്ടി ഇവിടുന്ന് വിടുകയാണ്. ഇതാണ്ട് അടുത്ത ബോട്ട്. ഇതെങ്ങടുള്ളതാണ്? ഇതെന്ന് പറഞ്ഞാൽ ആലപ്പുഴ കൃഷ്ണപുരം. ആലപ്പുഴ കൃഷ്ണപുരത്തു നിന്നുള്ള വണ്ടിയാണ്. അത് തിരിച്ച് ജട്ടിയിലേക്ക് എത്തുകയാണ്. നമുക്കിനി ആവശ്യം പോലെ സമയമുണ്ട്. ഏറെക്കുറെ 1 മണിക്കൂറിനടുത്തെത്തും ഇത് കൃഷ്ണപുരത്തെത്താൻ. കൃഷ്ണപുരത്തല്ല, നെടുമുടിയെത്താൻ. ഗൈസ്, നമ്മളപ്പോൾ ദാണ്ടെ റോഡൊക്കെ വിട്ട് ഇപ്പം കായലിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. ആണ്ടെ ഹൗസ് ബോട്ടൊക്കെ അങ്ങന്ന് കാണുന്നുണ്ട്. ചെറിയ ശിക്കാര ബോട്ടുകളൊക്കെ അതുകൊണ്ട് വരുന്നുണ്ട്. ഒരെണ്ണം വരുന്നുണ്ട്. പല ടൈപ്പിലുള്ള ബോട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് റോഡെല്ലാം കഴിഞ്ഞ് ഗൈസ്. നമ്മൾ നേരെ ഇനി കായലിലേക്ക്. സൈഡിലുള്ള റോഡുകൾ, ആ റോഡുകൾ അവിടെ കൊണ്ട് തീരുകയാണ് ഗൈസ്. ആ വെള്ളം കെട്ടി വലിച്ചുകൊണ്ട് വരുവാണ്. അത് ശിക്കാരയാണ് ഗൈസ്. അതുകൊണ്ട് ഒരു വള്ളം വേറെ ഒരു ബോട്ട് വെച്ചിട്ട് വലിച്ചുകൊണ്ട് വരും. വണ്ടി വലിച്ചുകൊണ്ട് വരുന്ന പോലെ ആണ്ടെ ബോട്ട് വലിച്ചുകൊണ്ട് വരും. നല്ല കാറ്റുണ്ട് ഗൈസ്. രാവിലെ ഈ 7:15 ഈ ഒരു ബോട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൈബായിരിക്കും. നല്ല തണുപ്പും ഒരു കാറ്റും. ഒരു വൈബാണ്, ഒരു പ്രത്യേക തരം വൈബാണ്. കണ്ടോ ഗൈസ്? ആ വ്യൂ കണ്ടോ? അതുകൊണ്ട് ഇവിടെ കുറെ ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുൾ അങ്ങോട്ട് ഈ സൈഡുകളിലെല്ലാം ഇങ്ങനെയായിരിക്കും. ഹോണൊക്കെ അടിച്ച് വേണം നമ്മൾ പോണേ. ആരും കുറുക്ക് വരാൻ പാടില്ല. വളഞ്ഞ് പോവുകയാണ്. അവിടെ പ്രതിമയും ചെറിയൊരു ഐലൻഡ് പോലെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഐലൻഡുകൾ ആവശ്യം പോലെ ചെറിയ ചെറിയ തുരുത്തുകളുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ വീടുകളും ഓരോ പരിപാടികളൊക്കെ കാണും. നിരത്തിയിട്ടേക്കുന്നുണ്ടോ ഗൈസ് ബോട്ടുകൾ? നമുക്ക് ടിക്കറ്റ് എടുക്കാൻ. ചേട്ടാ ഇത് എവിടെ വരെയായിരുന്നു പോകുന്നത്? ഒന്ന് ലാസ്റ്റ് സ്റ്റോപ്പ് എടുത്തു. 120 രൂപ എടുത്തു. നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സമയമായി ഗൈസ്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പിലേക്കാണ് പറഞ്ഞത്. ഗൈസ്, അപ്പോ നമുക്ക് ചതി പറ്റിയിരിക്കുകയാണ് ഗൈസ്. എല്ലാരും കയ്യിൽ തന്നെ കാശ് കരുതിയിട്ട് വരണം. ഗൂഗിൾ പേ ഒന്നും ഇവിടെ എടുക്കൂല. അതായത് ഞങ്ങൾക്ക് ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റോപ്പ് എവിടെയാണെന്ന് പറഞ്ഞു? ഏതോ ഒരു സ്ഥലത്ത്. ഇതിന്റെ അവസാനം ഒരാൾക്ക് 120 രൂപ. 240 രൂപ ആവുമായിരുന്നു 2 പേർക്ക് ടിക്കറ്റ്. നമ്മൾ ആകെ 120 രൂപ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ 120 രൂപയ്ക്ക് നമ്മൾ 60 രൂപയ്ക്ക് 2 ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പോ എന്താണ്, എവിടാണ് ഇറങ്ങുന്നത്? എവിടെയോ നെടുമുടിയാണെന്ന് തോന്നുന്നു. അതാ നമുക്കറിയത്തില്ലെന്ന് പറഞ്ഞായിരുന്നു പുള്ളി. ഇനി പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആട്ടെ കേസ്. പക്ഷെ നല്ല വൈബാണ് കേസ്. നല്ല കാറ്റും അല്ലേ? നല്ല കാറ്റ്. ഒരു പ്രത്യേക തരം ഫീലാണ്. ചെറിയൊരു മഴ പൊടിയുന്നുണ്ട്. മഴ അത്രയൊക്കെ പൊടിയുന്നില്ല. കേറിയപ്പോ പൊടിഞ്ഞ മഴയുണ്ട്. ഇല്ല, മഴക്കാറില്ല കേസ്. കണ്ണാടി എടുക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാറുണ്ട്. സ്വാഭാവികം. പക്ഷെ നല്ല കാറ്റാട്ടോ. അവിടെ മേളിലിരുന്ന് തന്നെ വരണം. ഇപ്പോൾ താണ്ടെ വെളിയിലുള്ള വ്യൂ ഒക്കെയാണ്. ഇങ്ങനെ നിരത്തിയിട്ടേക്കുക. കണ്ടോ ഗൈസ്?
നമ്മളിങ്ങനെ ഫുള്ള് വൈബിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് നമ്മളുടെ സഹസാരഥി കുറുപ്പ് കഷ്ടപ്പെട്ട് അവൻ്റെ ഐഫോണിൽ വീഡിയോ എടുക്കുകയാണ് ഗൈസ്. എന്തേലും ആട്ടറേ, നമ്മള് പറഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ അതങ്ങ് സമ്മതിച്ചാൽ മതി. അപ്പോൾ ഗൈസ് താണ്ട് ഇതേതോ ഇവിടുത്തെ ഇവിടെ എന്തോ വില്ലയിൽ വന്ന് താമസിച്ചേക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു, റിസോർട്ടിലൊക്കെ താമസിച്ചേക്കുന്ന. അവർ പ്രൊവൈഡ് ചെയ്യുന്ന കയാക്കിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടോ, കുറേ പേരിങ്ങനെ അതുകൊണ്ട് കയാക്കിങ് നടത്തി ഇങ്ങനെ പോകുന്നുണ്ട്. കണ്ടോ ഗൈസ്, ആ ചേച്ചിക്ക് കയാക്കിങ് അത്ര വശമില്ലെന്ന് തോന്നുന്നു, പതുക്കെയാ പോകുന്നത്. അതെ അതെ അതെ. അപ്പൊ ഗൈസ്, നമ്മൾ ഈ രണ്ട് സൈഡിലും കാണുന്നത് പല പല റിസോർട്ടുകളാണ്. ഇവിടെ ഫുള്ള് ഇതിന്റെ ഏരിയ ആണ്. അതായത് എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ഹോം സ്റ്റേ, റിസോർട്ട്, അങ്ങനെ അങ്ങനെ അങ്ങനെയാണ്. കണ്ടില്ലേ, നിറച്ച് ആവശ്യം പോലെ ബോട്ടുകളുണ്ട്, ആവശ്യം പോലെ റിസോർട്ടുകളുണ്ട്. അപ്പൊ ഇങ്ങനെ പോവുകയാണ് ഗൈസ്. കണ്ടില്ലേ, ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ തന്നെ താമസിക്കുന്നുണ്ട്. ഈ സൈഡിലൊക്കെ ആയിട്ട് രണ്ട് സൈഡിലും നിറയെ വീടുകൾ, നിറയെ ഹൗസ് ബോട്ടുകൾ. കണ്ടോ, ഒരു ചേട്ടൻ അവിടെ വള്ളത്തിലൊക്കെ വരുന്നുണ്ട്. ചേട്ടൻ രാവിലെ മീൻ പിടിക്കാൻ പോയതാണെന്ന് തോന്നുന്നു. ഗൈസ്, നമ്മളിപ്പോ പുന്നമുട്ടിൽ ബോട്ട് ജെട്ടിയിൽ എത്തിയിരിക്കുന്നു. ഇത് ആക്ച്വലി സാധാരണക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ബസ് പോലെ അല്ലെങ്കിൽ ട്രെയിൻ പോലെ ഉപയോഗിക്കുന്ന സർവീസാണ്. അപ്പം ഇങ്ങനെ എല്ലാ സ്ഥലത്തും നിർത്തും. എല്ലായിടത്തും ഇതുപോലെ ഓരോ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ആൾക്കാർ കയറും, ഇറങ്ങും, അങ്ങനെയൊക്കെയാണ്. കണ്ടോ, പലരും വീട്ടിലോട്ട് പോകാനും അല്ലെങ്കിൽ തിരിച്ച് ജോലിക്ക് പോകാനും സ്കൂളിൽ പോകാനും അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ബോട്ട് സർവീസ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. കണ്ടോ, അതെ ഇപ്പം ഈ പുന്നമുട്ടിൽ കഴിഞ്ഞിട്ട് താണ്ട അടുത്ത സ്റ്റോപ്പ് ഇവിടെ ഉണ്ട്. ഇതിങ്ങനെ നിറച്ച് ഈ കായൽ സൈഡ് അങ്ങോളം ഇങ്ങോളം ഇതുപോലത്തെ സ്റ്റോപ്പുകളുണ്ട്. എല്ലാ സ്റ്റോപ്പിലും പതുക്കെ പതുക്കെ നിർത്തിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിനി ഏതാണോ സ്റ്റോപ്പ്? കണ്ടോ, സാധാരണക്കാരെ കണ്ടോ, ചേട്ടനൊക്കെ നിൽക്കുന്നുണ്ടോ? ഇത് ചെഗുവേര. നമ്മുടെ സ്വന്തം ചെഗുവേര ബോട്ട് ജെട്ടിയാണിത്. കണ്ടോ, ചെഗുവേരയുടെ വടമൊക്കെ ഉണ്ട്. കണ്ടടാ, നമ്മുടെ ഏരിയടാ. നമ്മുടെ ചെഗുവേര ബോട്ട് ജെട്ടിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതിങ്ങനെ വലിച്ചു പിടിക്കും. ആൾക്കാർ കയറേണ്ടവർ കയറും, ഇറങ്ങേണ്ടവർ ഇറങ്ങും, എന്നിട്ട് പിന്നെയും വിടും. ഇങ്ങനെയാണ് ഓരോ ജെട്ടിയിലും സംഭവിക്കുന്നത്. കണ്ടോ, മൊത്തം വീടുകളാണ്. കണ്ടോ കണ്ടോ കണ്ടോ, അടുത്ത റിസോർട്ട്, വീടുകൾ. കണ്ടോ, ഈ സൈഡ് ഫുള്ള് ഇത് തന്നെ. ഇതുപോലെ ഇങ്ങനെ കുറേ റിസോർട്ടുകളും ഹോം സ്റ്റേ. കണ്ടോ, ഇവാൻസ് കാസ, ലേക്ക് വ്യൂ ഹോം സ്റ്റേ, ഇതുപോലെ കണ്ട കുറേ ഉണ്ട് നിറച്ച്. ഈ സൈഡ് ഈ ഏരിയ ഫുൾ ഇതാണ് സംഭവം. കണ്ടോ, അതേണ്ടേ ക്യാബിൻ പോലത്തെ ഹോം സ്റ്റേ ഉണ്ട്. കണ്ടോ, അടുത്തത് പിന്നെ സാധാരണക്കാരായ ആൾക്കാരുടെ താമസിക്കുന്ന വീടുകളുണ്ട്. അങ്ങനെ ഫുള്ള് അത് തന്നെയാണ്. കണ്ടോ, അതേണ്ടേ പിള്ളേരൊക്കെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നു. നമ്മൾ പിന്നെയും അപ്പോൾ യാത്ര ഇങ്ങനെ തുടരുകയാണ് ഗൈസ്. നമ്മുടെ ആ സ്റ്റോപ്പ് നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് എവിടെയാണെന്ന് അറിയത്തില്ല. അത് പുള്ളിക്കാരനോട്, കണ്ടക്ടറിനോട് ചോദിക്കണം. എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് വേണം ബാക്കി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാൻ. കയ്യിലുള്ള കാശെല്ലാം തീർന്നു ഗൈസ്. കുറുപ്പ് സാർ ഇരുന്ന് വൈബ് പിടിക്കുകയാണ് ഗൈസ്. ആരും വഴിയിൽ വരാൻ പാടില്ല, എല്ലാവരും മാറിത്തരണം.
വൈബാണ് ഗൈസ്. ഇതൊക്കെ കണ്ടില്ലേ ഗൈസ്, എല്ലാ വീട്ടിലും ഓരോ വീട്ടിലും നമ്മുടെ അവിടെ കാറ് ബൈക്ക് എന്നൊക്കെ പറയുന്ന പോലാണ് എല്ലാ വീട്ടിലും ഓരോ കപ്പൽ, ഓരോ ചെറിയ വള്ളങ്ങൾ എല്ലാ വീട്ടിലും കാണും. ഏത് വീട്ടിൽ നോക്കിയാലും ഇവിടെ വള്ളങ്ങൾ കാണും. ഉണ്ടോ? നമ്മളുടെ സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ് ഗൈസ്. കൈനഗിരി. ടിക്കറ്റ് എടുക്കാൻ നമ്മുടെ കയ്യിൽ ഇവിടം വരെ കാശുള്ളൂ, അതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങിപ്പൊക്കോളാൻ പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. അവൻ ഇറങ്ങി, അപ്പം ഞാനും പതുക്കെ ഇറങ്ങിയാണ് ഗൈസ്. അപ്പം ഇനി ഇറങ്ങിയിട്ട് കാണാം ഗൈസ്. നമ്മളങ്ങനെ ഇറങ്ങാൻ പോവാണ് ഗൈസ്. കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ അപ്പോൾ സ്റ്റോപ്പിലെത്താറായി. ഇപ്പോൾ അടുത്ത സ്റ്റോപ്പാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. സാർ നടന്നു. അപ്പോൾ ബാ പോയേക്കാം. ബാ ഗൈസ്, നമ്മളങ്ങനെ ഇറക്കി വിട്ടിരിക്കുന്നത് കാശില്ലാത്ത കാരണം. നീ എന്തായി പറയണ? നമുക്ക് നമ്മുടെ വേറെ വഴി നോക്കാം. ബാ, നോ പാർക്കിംഗ്. ഗൈസ്, നമ്മളെ ഇറക്കി വിട്ട നമ്മുടെ സ്വന്തം കൈനഗിരി അല്ലടാ, സ്വന്തം ബോട്ട് ഇതാ പോകുന്നതാണ് ഗൈസ്. അപ്പൊ നമ്മളിനി വഴിയാധാരമായിരിക്കുന്നു. നമുക്ക് അടുത്ത വഴി നോക്കണം. ഗൂഗിൾ പേ ചെയ്ത് കാശ് മേടിച്ചാലേ തിരിച്ചു പോകാൻ പറ്റൂ. അപ്പൊ ഇട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മള് നോക്കാം. ഗൈസ്, നമുക്ക് പോകാനുള്ള ബോട്ടാണ് ഈ വരുന്നത്. കറക്റ്റ് സമയത്താണ് ഇറങ്ങിയത്. നമ്മള് പോസ്റ്റായി ആയിരുന്നപ്പോ അതേ ബോട്ട് വരുന്നു. ഇത് എവിടുന്നാ വന്നത്? അപ്പൊ ഇതാണെന്നാണ് ഗൈസ് നമ്മുടെ വിശ്വാസം. ഞാൻ ഒന്ന് ചോദിച്ചിട്ട് കൺഫേം ചെയ്യാം ഗൈസ്. ഇപ്പൊ വരാം ഗൈസ്. ഗൈസ്, നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഇതാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വണ്ടി കയറുകയാണ്. അവിടെയാന്ന് തോന്നുന്നു. തോണ്ടേ നമ്മൾ എത്താറായിരിക്കുന്നു. എത്താറായോ? അത് തന്നെ. അതല്ലേ? ഇത് തന്നെ. ഈ പാലം കഴിഞ്ഞാൽ നമ്മള് കയറിയിടത്ത് തന്നെ എത്തിയിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ജേണി ഇന്നത്തെ അതെ ഫസ്റ്റ് വീഡിയോ ആണ് എന്തായാലും. അപ്പോ ബൈ ഗൈസ്, സീ യു ലേറ്റർ.